അധ്യായം 27 ഒരു ഗുരു ആവശ്യമാണ്. എല്ലാം പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാമെന്ന് കരുതരുത്. ഇതിനകം പറഞ്ഞതുപോലെ ഒരു ഗുരു ആവശ്യമില്ല. രഹസ്യഗ്രന്ഥങ്ങൾ ആവശ്യമാണ്. ഒരു വ്യത്യാസമുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് നമ്മുടെ മുതിർന്നവർ എഴുതിയിട്ടുണ്ട്. സദ്ഗുരു ശിഷ്യന്റെ പോരായ്മകൾ നന്നായി മനസ്സിലാക്കുകയും അവന് അനുയോജ്യമായ വേദങ്ങൾ പഠിപ്പിക്കുകയും വേണം. മക്തിരോചരണവും ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കണം. ഉച്ചാരണം തെറ്റാണെങ്കിൽ കാര്യങ്ങൾ തെറ്റിപ്പോകാം. പല്ല് 2 മുകളിൽ സൂചിപ്പിച്ച വ്യത്യാസത്തിന്റെ ഒരു ഉദാഹരണം രഹസ്യ യോഗഗ്രന്ഥങ്ങളിൽ മുകളിലെയും താഴെയുമുള്ള പല്ലുകൾ വൃത്തിയാക്കരുത് എന്ന ഒരു മുന്നറിയിപ്പുണ്ട്. സാധാരണയായി ലഭ്യമായ യോഗ പുസ്തകങ്ങളിൽ ഇത് കാണുന്നില്ല. പലരും ഇതറിയാതെ പല്ല് കടിച്ചുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുകയും യോഗ പരിശീലിക്കുകയും ചെയ്യുന്നു. ദോഷം വരുമ്പോൾ അവരത് അവിടെ ഉപേക്ഷിക്കുന്നു. 3 അധ്യായം 24 ഇതിനകം വിശദീകരിച്ചതുപോലെ ഓരോ വ്യക്തിക്കും മുഖത്തിന്റെ വിരലടയാളം പോലെ ഒരു സവിശേഷമായ ശാരീരികവും സൂക്ഷ്മവുമായ ശരീരഘടനയുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ ഗുരു ഓരോ ശിഷ്യന്റെയും ഭൗതിക ശരീരത്തെ മനസ്സിലാക്കുകയും ശരിയായ ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ശിഷ്യൻ തയ്യാറാകുമ്പോൾ ഗുരു തന്നെ മുന്നോട്ടുവരും എന്ന പഴഞ്ചൊല്ല് എല്ലാ ഭക്തർക്കും സുപരിചിതമായ ഒരു ചൊല്ലാണ്. മഹാന്മാർ ഒരു കുഞ്ഞിനെ മുലയൂട്ടുന്നതുപോലെ ഭൗതികവും സൂക്ഷ്മവുമായ ലോകങ്ങളിൽ സഞ്ചരിക്കുകയും പ്രചോദിതനായ ശിഷ്യന് ശരിയായ ഭക്ഷണം തേടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് M.A. ഓക്സൺ എഴുതിയ സ്പിരിറ്റ് ടീച്ചിങ്സ് എന്ന പുസ്തകത്തിൽ സൂക്ഷ്മലോകത്ത് സഞ്ചരിക്കുന്ന പരമഗുരു ചക്രവർത്തി ആ പുസ്തകത്തിന്റെ രചയിതാവിനെ വളരെ പരിശ്രമത്തോടെ പഠിപ്പിച്ചതെങ്ങനെയെന്ന് നമുക്ക് കാണാൻ കഴിയും. സിദ്ധി നേടിയ ഒരു മഹാന്റെ കൃപയാൽ എനിക്ക് ഒരു പ്രത്യേക പ്രകൃതി വിപരീതകരണി എങ്ങനെ ലഭിച്ചു എന്നതിന്റെ കഥയും നമുക്ക് നോക്കാം. 4 മൈക്കാവസ്ഥ സ്ഥാപിച്ചതിനുശേഷവും ഗുരുവിന്റെ നോട്ടത്തിന്റെ പ്രത്യേക വശം നീലപ്രതിയാർ കൈലാസ സമ്പ്രദായത്തിൽ വിവരിച്ചിരിക്കുന്നു. മയക്കം പ്രാപിച്ചവർക്ക് സംസാരിക്കാനോ ചലിക്കാനോ കഴിയില്ല. ആ സമയത്ത് മയക്കം പെട്ടെന്ന് തകർന്നാൽ തിന്മയുണ്ടാകും, രോഗങ്ങളുമുണ്ടാകാം. മറ്റൊരാൾ സഹായിക്കാൻ വന്നാൽ അയാൾ തന്നെ നെറ്റിയിൽ പിടിക്കും. അയാൾ കൈകളും കാലുകളും നീട്ടും. മറുകൈകൊണ്ട് ഒരു കനത്ത വടികൊണ്ട് തോളിൽ പതുക്കെ അടിക്കും. 5 ഗുരുപ്രഭാവത്തിന്റെ ഒരു ഉദാഹരണം 1928 എനിക്ക് നൽകാം. ഷിംലയ്ക്കടുത്തുള്ള സോളനിൽ ശോഗി മഹാരാജ് എന്ന മഹാനായ മനുഷ്യന്റെ ദർശനം എനിക്ക് ലഭിച്ചു. എന്റെ മനസ്സിൽ ഒരുതരം യോഗാഭ്യാസം മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ പോയത്. പതിവ് പോലെ അദ്ദേഹം എന്നോട് പോകൂ പോകൂ എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അവിടെ ഭക്തിയോടെ അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം എന്റെ അഭ്യർത്ഥന മനസ്സിലാക്കി സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ ഭസ്മ എനിക്ക് തന്നു. ഈ പ്രസാദം കൊണ്ട് നിങ്ങളുടെ അഭ്യർത്ഥന നിറവേറും, അദ്ദേഹം പറഞ്ഞു. തൃപ്തികരമല്ലാത്തത് പെട്ടിയിൽ വയ്ക്കാൻ ഞാൻ മറന്നു. ഒരു വർഷത്തിനുശേഷം ഞാൻ മറ്റൊരു പട്ടണത്തിലേക്ക് താമസം മാറിയപ്പോൾ പെട്ടിയിൽ കുറച്ച് പ്രസാദം കണ്ടു. കുറച്ചെന്റെ നെറ്റിയിൽ വെച്ചു. അത്ഭുതം! ആ ദിവസം തന്നെ എനിക്ക് ആ യോഗകാര്യം പൂർണ്ണമായും പഠിക്കേണ്ടി വന്നു. 6 ആ ശോഗി മഹാരാജനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് 9 വയസ്സ് തോന്നിച്ചു. മുത്തച്ഛന്റെ കുട്ടിക്കാലത്തും അദ്ദേഹം അങ്ങനെ തന്നെ ആയിരുന്നുവെന്നും ഗ്രാമവാസികൾ പറഞ്ഞു. അദ്ദേഹം 300 വർഷം ജീവിച്ചിരുന്നുവെന്നും ഓരോ 100 വർഷത്തിലും അദ്ദേഹം പുതിയ വരികൾ മുളപ്പിക്കുകയും ചെയ്തുവെന്നും അവർ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം അധികമായില്ല. 1934 അദ്ദേഹം അന്തരിച്ചു. 7 ഗുരുവിന്റെ സ്പർശനത്തിലൂടെയും സാന്നിധ്യത്തിലൂടെയും മാത്രമേ ശിഷ്യന് ജ്ഞാനോദയം ലഭിക്കൂ. അധ്യായം 24 ശ്രീ ദക്ഷിണാമൂർത്തിയുടെ നിശബ്ദ സ്വാധീനത്തിന്റെ സ്വഭാവം അതാണ്. രഹസ്യഗ്രന്ഥങ്ങളിൽ നാഡിയെ സ്പർശിക്കുക, പഠിപ്പിക്കുക തുടങ്ങിയ സാങ്കേതിക വിധികൾ ശിഷ്യന് ഉടനടി അറിവ് നൽകുന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു.